ബാബു ചേരുന്നു. കിരൺ, പട്ടിക ഇന്ന് തന്നെ വരുമോ എന്നുള്ള കാര്യത്തിൽ എന്തെങ്കിലും ഒന്നുകിൽ ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെ രാവിലെ അങ്ങനെ തന്നെയല്ലേ? മഞ്ജുഷ, അങ്ങനെ തന്നെയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇക്കാര്യത്തിലൊന്നും ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. ഇന്ന് രാത്രിയിൽ അല്ലെങ്കിൽ നാളെ രാവിലെ പട്ടിക വരും എന്നത് ഉറപ്പാണ്. ഇനി കോൺഗ്രസ് ഇത്രയും നേരം നമ്മൾ തന്നെ പല നേതാക്കളുമായി പലതവണ സംസാരിച്ചാണ്. മറ്റ് മണ്ഡലങ്ങളിലൊന്നും അങ്ങനെ വലിയ തർക്കങ്ങൾ ഒന്നുമില്ല. ചില മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ വിജയം സംബന്ധിച്ച് കോൺഗ്രസ് നേരത്തെ ഒരു പഠനം നടത്തിയിരുന്നു. ആ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചില മാറ്റങ്ങളൊക്കെ ഇപ്പോൾ വടക്കാഞ്ചേരിയിൽ അവസാന നിമിഷം അനിൽ അക്കരയുടെ പേര് പുതുതായി ഉൾപ്പെടുത്താനുള്ള ആലോചന ഉണ്ടാകുന്നു. അങ്ങനെയുള്ള ചില ആലോചനകൾ അക്കാര്യത്തിലൊന്നും ഇനി നേതാക്കൾ ആരെങ്കിലും ഒരു വാശി പിടിക്കാനോ ഒന്നും നിൽക്കില്ല. കാരണം അവർക്ക് പ്രധാനപ്പെട്ട വേണ്ട സീറ്റുകളിലൊക്കെ തീരുമാനത്തിലായി കഴിഞ്ഞു. ഇനിയിപ്പോൾ അവസാനം തീരുമാനമെടുക്കുന്ന അംഗീകരിക്കാവുന്നതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിലൊരു വാശിയിലേക്ക് പോകുന്ന ഒരു ഘട്ടം ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ ഏത് സമയത്തും പട്ടിക പുറത്തു വരാൻ തന്നെയാണ് സാധ്യതയുള്ളത്. കോൺഗ്രസ് ഇനിയിപ്പോൾ നാളെ മുതൽ തന്നെ എങ്ങനെയാണോ CPM-ഉം BJP-യും ഒക്കെ പ്രചരണ രംഗത്തേക്ക് ഇറങ്ങിയത് അതേ ആവേശത്തിൽ തന്നെ കോൺഗ്രസും ഇറങ്ങാൻ സാധ്യതയുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉള്ളത് ഇപ്പോഴും കോൺഗ്രസിന് പട്ടിക വന്നിട്ടില്ല എന്നുള്ളതുകൊണ്ട്, സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളതുകൊണ്ട് കെ സുധാകരൻ എങ്ങനെ വഴങ്ങി എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തമാവാത്ത കെ സുധാകരനും മല്ലികാർജ്ജുൻ ഖർഗെയും തമ്മിൽ സംസാരിച്ചതിൽ ഉണ്ടായ ഏതെങ്കിലും ചില കരാറുകളോ അല്ലെങ്കിൽ ചില വ്യവസ്ഥകളോ ചില ഉറപ്പുകളോ ഒക്കെ ഉണ്ടാവും. അത് 100% ഉറപ്പാണ്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും എന്നുള്ളത്, അത് എന്താണ് എന്നുള്ളതൊക്കെ ഇനി പുറത്തു വരേണ്ട ഒന്നാണ്. ആ രണ്ട് നേതാക്കൾ തമ്മിൽ സംസാരിച്ചൊക്കെയാണ് എല്ലാ കാര്യങ്ങളും അണികളോട് അല്ലെങ്കിൽ ഏറ്റവും അടുപ്പക്കാരോട് പറയുന്ന ആളാണ് സുധാകരൻ എന്നൊക്കെ പറയുമ്പോഴും പറയേണ്ട കാര്യങ്ങളെല്ലാം പറയുന്ന ആൾ എന്നത് നമുക്ക് കാണാൻ കഴിയും. നേതാക്കളെല്ലാം അങ്ങനെയാണ്. പലപ്പോഴും അവർക്ക് ചിലപ്പോൾ വൻ വിജയങ്ങൾ വരുന്ന ഘട്ടത്തിൽ അവർ വല്ലാതെ വിജയം പുറത്തു കാണിക്കാതെ നിൽക്കുന്ന പരാജയഭാവത്തിലൊക്കെ നിൽക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ട്. എന്തായാലും തൽക്കാലം അദ്ദേഹത്തിന് മുഖം രക്ഷിക്കുക എന്നുള്ളത് പ്രധാനം തന്നെയാണ് കെ സുധാകരനും. ആ തരത്തിൽ കെ സുധാകരനും ചില ഉറപ്പുകളൊക്കെ കിട്ടിയിട്ടുണ്ടാവും. മറ്റു നേതാക്കൾക്ക് ചിലപ്പോൾ 1-2 നേതാക്കൾ ചിലപ്പോൾ അത് അറിഞ്ഞിട്ടുണ്ടാവും. അതിനപ്പുറത്തേക്ക് ചിലപ്പോൾ അത് പോയിട്ടുണ്ടാവില്ല. എന്തായാലും അങ്ങനെ പൂർണ്ണമായും അങ്ങനെ ഒരാളെ അപമാനിച്ച് പുറത്തുവിടുക അതൊരു കോൺഗ്രസിൻ്റെ രീതിയല്ല. കോൺഗ്രസ് ആ സമയത്തൊക്കെ പിന്നീട് ഈ ഉറപ്പുകളൊക്കെ പാലിച്ചോ ഇല്ലയോ എന്നൊക്കെ മറ്റു കാര്യം. പക്ഷേ ആ സമയത്ത് ചില ഉറപ്പുകളൊക്കെ നൽകി അവരെ ഒപ്പം നിർത്തുക, അതാണ് കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് സ്ഥിരമായി സ്വീകരിക്കുന്ന ഒരു നിലപാട്. ആ നിലപാടിൽ എന്തായാലും ഇത്തവണ കേരളത്തിൽ അത് വിജയം കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നു. അത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സുധാകരൻ്റെ ദൗർബല്യവും സുധാകരൻ്റെ ശക്തിയും കോൺഗ്രസിന് അറിയാവുന്നതുപോലെ തന്നെ സുധാകരനും തിരിച്ചറിയാം എന്നുള്ളതാണ് ഇതിൽ കൃത്യമായ ഒരു വിജയത്തിലെത്തിക്കാൻ എന്തായാലും കോൺഗ്രസ് ഹൈക്കമാൻഡിന് കഴിഞ്ഞിരിക്കുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ ആശ്വാസം യഥാർത്ഥത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിനോ നേതാക്കൾക്കോ ഒന്നുമല്ല. ഇതിൽ ഏറ്റവും കൂടുതൽ ആശ്വാസം കോൺഗ്രസിൻ്റെ സാധാരണക്കാരായ പ്രവർത്തകരാണ്. ആ പ്രവർത്തകർക്ക് സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ തലയിലുണ്ടായിരുന്ന ഒരു വലിയ ഭാരം, അവർക്കുണ്ടായിരുന്ന ഒരു വലിയ വിഷമം, അവരുടെ നിരാശ, ആ നിരാശ മാറി അവർ വീണ്ടും കളത്തിലിറങ്ങുന്നു എന്നുള്ളതാണ്. ഇലക്ഷനാണ്. ഇലക്ഷൻ എപ്പോഴും ഒരു ദിവസം കഴിയുന്നത് 2 ദിവസം കഴിഞ്ഞ് നീണ്ടുപോകുന്നു എന്നുള്ളത് പലപ്പോഴും മറ്റുള്ളവർക്ക് നമുക്ക് വലിയൊരു ചർച്ചയെടുക്കുമ്പോൾ കോൺഗ്രസ് നേതൃത്വം പലപ്പോഴും അതിനെ അങ്ങനെ ഒരു ആ ഗൗരവത്തിലൊന്നും കണ്ടിട്ടില്ല. അതിൻ്റെ ദോഷവും അവർക്കുണ്ടായിട്ടുണ്ട്, ഗുണവും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ബീഹാറിലൊക്കെ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി മത്സരിച്ച് തെരഞ്ഞെടുപ്പ് നോമിനേഷൻ കൊടുക്കുന്നതിൻ്റെ തലേന്നാണ് സ്ഥാനാർത്ഥികളെ പകുതി പേരെയോളം പ്രഖ്യാപിക്കുന്നത്. പക്ഷേ അവിടെ പരാജയപ്പെട്ടു എന്നുള്ളതുകൊണ്ട്, പക്ഷേ അവിടെ വിജയിച്ച കഥയും പരാജയപ്പെട്ട കഥയും ഒക്കെ ഉണ്ട്. പക്ഷേ കോൺഗ്രസ് അതിനെ ഇപ്പോഴും അങ്ങനെയൊന്നും ആ തരത്തിലേക്ക് ഒരു ദിവസം താമസിച്ച് സ്ഥാനാർത്ഥി പട്ടിക വന്നു എന്നതുകൊണ്ട് പരാജയപ്പെടും എന്നൊന്നും കാണുന്നില്ല. ഇനി സുധാകരന് മറ്റു ഉത്തരവാദിത്തം കൂടി വലുതായി വരുന്നുണ്ട്. കാരണം കേരളത്തിൽ ഏതെങ്കിലും തരത്തിൽ സുധാകരൻ പരാജയം UDF ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും എല്ലാ നേതാക്കളും ആദ്യം കുറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നത് സുധാകരനെയാവും. തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കത്തിൽ തന്നെ ഇതിൻ്റെ മൊമെൻറ്റം ഇല്ലാതാക്കിയത് സുധാകരനാണ്. സുധാകരൻ എന്ന വ്യക്തിയാണ്. സുധാകരൻ അതുകൊണ്ട് തന്നെ ഏത് വിധേനയും വിജയിപ്പിക്കണം. ഈ ഒരു അപശബ്ദം പോലും തൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത്. ഇനി പാർട്ടി ഈ തരത്തിൽ നിലനിന്ന് പോകണമെങ്കിൽ അദ്ദേഹത്തിന് ഉണ്ടാവരുത്. അത് വിജയിപ്പിക്കേണ്ട ഒരു ഉത്തരവാദിത്തം കൂടി സുധാകരന് വന്നു ചേരുന്നു എന്നതുകൂടി ഇതിലൊരു പ്രത്യേകതയായിട്ടുണ്ട്. ശരി കിരൺ, ഇപ്പോൾ ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ സുധാകരന്റെ കാര്യം ഒഴിച്ചു നിർത്തിയാൽ പകൽ സമയത്ത് പല വിധത്തിലുള്ള തർക്കങ്ങൾ ഉണ്ടായിരുന്നു. കേരളത്തിൽ വിവിധ മണ്ഡലങ്ങളിൽ നേതാക്കൾ പരസ്യമായ പ്രതികരണം നടത്തിയിരുന്നു. ഇപ്പോൾ എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യത്തിൽ തീരുമാനം വന്നു കഴിഞ്ഞാലേ അതിൽ അത്തരം ചില മണ്ഡലങ്ങളിൽ പ്രശ്നങ്ങൾ ബാക്കി കിടക്കുകയായിരുന്നില്ലേ കിരൺ? ഈ ഒരു പ്രധാനപ്പെട്ട വിഷയം കൂടിയുണ്ട്. നാളെ അധികാരത്തിൽ വരാൻ പോകുന്നത് കോൺഗ്രസ് ആണ്, ഞങ്ങൾ ഭരിക്കുമെന്ന് വിമാനത്താവളത്തിൽ അദ്ദേഹം വീണ്ടും പ്രതികരിച്ചിരിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഉത്തരവാദിത്തത്തിലേക്ക് അദ്ദേഹം കടന്നിരിക്കുന്നു. ആദ്യഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ എതിർപ്പുകൾ മാറ്റിവെച്ച് പാർട്ടിക്കൊപ്പം നിലപാട് പ്രഖ്യാപിക്കുന്നു. ഡൽഹിയിൽ നിന്ന് തിരിച്ച് കേരളത്തിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഇന്ന് അർദ്ധരാത്രിയോടുകൂടിയായിരിക്കും അദ്ദേഹം കൊച്ചിയിലെത്തുക. അതുകൊണ്ട് തന്നെ ഇനി നാളെ അദ്ദേഹത്തിന് പ്രസ്താവന ഇറക്കാൻ സമയമുള്ളൂ. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അദ്ദേഹം വിമാനത്താവളത്തിലെത്തുമ്പോൾ അദ്ദേഹം വീണ്ടും പ്രതികരിച്ചിരിക്കുന്നു. കോൺഗ്രസ് ജയിക്കും, ഞങ്ങൾ ഭരിക്കും എന്നതുകൂടി പറഞ്ഞിരിക്കുന്നു. പൂർണ്ണമായും ആ ഒരു സ്റ്റെപ്പ് തന്നെയാണ് നമ്മൾ അല്പസമയം മുമ്പ് പറഞ്ഞ അതേ ഉത്തരവാദിത്തം തന്നെ. അതായത് പാർട്ടിയോട് ഞാൻ ചേർന്ന് തന്നെ നിൽക്കുന്നു എന്നുള്ള സൂചന അദ്ദേഹം പല ഘട്ടങ്ങളിലായി നൽകുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലേ കിരൺ?
അതെ, പാർട്ടിയോട് ചേർന്ന് നിൽക്കാനുള്ള ഒരു ചേർന്ന് നിൽക്കാൻ എന്നുള്ളത് കൃത്യമായി അദ്ദേഹം തുറന്നു വന്ന് പറയുന്നു. ഇതുവരെയും നമ്മൾ ആലോചിക്കണം, അണികൾ വഴി അദ്ദേഹം പുറത്തേക്ക് വിട്ട ചില സൂചനകളാണ് ഇതെല്ലാം. താൻ മത്സരിക്കാൻ ഒരുങ്ങുന്നു, അങ്ങനെയാണെങ്കിൽ താൻ സ്വതന്ത്രനായി മത്സരിക്കും, താൻ 10-15 സീറ്റുകളിലേക്ക് ആളുകളെ മത്സരിപ്പിക്കും, പാർട്ടിയെ വിട്ട് പുറത്ത് മറ്റൊരു പാർട്ടി ഉണ്ടാക്കി പോയി നിൽക്കും, BJP പിന്തുണ സ്വീകരിച്ചാലും ആ പിന്തുണയൊക്കെ നൽകിയാൽ അവർ നൽകിക്കോട്ടെ എന്നുള്ള നിലപാടൊക്കെ, ഇതൊക്കെ അദ്ദേഹം വളരെ സമർത്ഥമായി എങ്ങനെ ഇവരെ സമ്മർദ്ദത്തിലാക്കാം എന്നുള്ള മട്ടിൽ തന്നെയാണ് ഇതൊക്കെ പുറത്തു വിട്ടുകൊണ്ടിരുന്നത്. പക്ഷേ അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം, ഒരു വരി കൊണ്ട് പോലും കെ സുധാകരൻ ഇതിനൊന്നും ശരിവെച്ചിട്ടില്ല, എവിടെയും ശരിവെച്ചിട്ടില്ല. അദ്ദേഹത്തിന് അണികൾക്ക് അങ്ങനെ സന്ദേശം കൊടുക്കുന്നതിന് പിന്നിൽ കൃത്യമായ ലക്ഷ്യമുണ്ട്. ഈ അണികളുടെ ഭാഗത്ത് നിന്ന് ഇത് ചോർന്ന് കൃത്യമായി തന്നെ മാധ്യമങ്ങളിലേക്ക് എത്തുമെന്നും മാധ്യമങ്ങൾ ഇത്തരം വാർത്ത വരുമെന്നും ഒക്കെ അദ്ദേഹത്തിന് വളരെ കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് അതിനുള്ള മുന്നൊരുക്കങ്ങളും ഒക്കെ അദ്ദേഹം നൽകിയത്. നമുക്ക് സമാനമായി ഓർക്കാവുന്ന ഒരു ഘട്ടം VS അച്യുതാനന്ദന് സ്ഥാനാർത്ഥി നിഷേധിക്കപ്പെട്ടപ്പോഴുള്ള ഘട്ടമാണ്. VSന് വേണ്ടി മുറവിളി കൂട്ടി വലിയൊരു അണികൾ കേരളമാകെ വലിയ പ്രതിഷേധം ഉയർത്തുന്നു. പക്ഷേ അവിടെ ഒരു വരി കൊണ്ട് പോലും അതിനെ അനുകൂലിക്കുന്ന ഒരു നിലപാടോ അതിനെ തള്ളിക്കളയുന്ന ഒരു നിലപാടോ VS സ്വീകരിക്കുന്നില്ല. തന്ത്രപരമായി എങ്ങനെയാണോ തനിക്ക് അനുകൂലമായ ഒരു വിഷയത്തെ കൊണ്ടുവരുന്നത്, അന്ന് VSന് സ്ഥാനാർത്ഥം കിട്ടി എന്നുള്ളത് മറ്റൊരു വിഷയം, അതേപോലെ തന്നെ മറ്റൊരു തന്ത്രമാണ് ഇപ്പോൾ കെ സുധാകരൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ കെ സുധാകരൻ ആത്യന്തികമായി സ്ഥാനാർത്ഥം ലഭിച്ചില്ല. കെ സുധാകരനെ സംബന്ധിച്ച് സ്ഥാനാർത്ഥം ലഭിച്ചില്ലെങ്കിൽ പോലും താൻ കുഴിച്ച അല്ലെങ്കിൽ താൻ ഉണ്ടാക്കിയ ഒരു കെണിയിൽ നിന്ന് സമർത്ഥമായി പുറത്തു വരാനും അത് വിജയുടെ ഭാവത്തിൽ തന്നെ പുറത്തു വരാനും ഒക്കെ കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ കോൺഗ്രസ് ഭരിക്കും, ഞങ്ങൾ ഭരിക്കും എന്നൊക്കെ പറയുമ്പോൾ അണികൾക്ക് സ്വാഭാവികമായും ഇതുവരെ ഉണ്ടായിരുന്ന എതിർപ്പുകളൊക്കെ മാറി അദ്ദേഹത്തിനെ വീണ്ടും അണിനിരക്കുകയാണ്. നാളെ മുതൽ അദ്ദേഹം ഇറങ്ങി ഇടതുമുന്നണിക്കെതിരെ, ഇനി അടുത്ത ഘട്ടത്തിൽ അദ്ദേഹം ചെയ്യാൻ പോകുന്നത് ഇടതുമുന്നണിക്കെതിരായ ആക്രമണം അഴിച്ചുവിടുക എന്നുള്ളതാണ്. പഴയ ശക്തിയിൽ തന്നെ അദ്ദേഹം ഇടതുമുന്നണി, ഇനിയിപ്പോൾ തൻ്റെ പിണക്കം മാറി താൻ കോൺഗ്രസിനൊപ്പമാണെന്ന് തെളിയിച്ചു, കോൺഗ്രസിൻ്റെ വിജയത്തിനുണ്ട് എന്ന് പറഞ്ഞ് ഇനി അടുത്ത ഘട്ടം ഇടതുമുന്നണി ആക്രമിക്കുക എന്നുള്ളതാണ്. നാളെ രാവിലെ നമുക്ക് അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിൽ അല്ലെങ്കിൽ അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെയാണ് പോകുന്നത്. ഇടതുമുന്നണിയെ കടന്നാക്രമിച്ചുകൊണ്ടാവും അദ്ദേഹം രംഗത്ത് വരാൻ പോകുന്നത്. BJP അടക്കം കടന്നാക്രമിച്ചുകൊണ്ടാവും അദ്ദേഹം രംഗത്ത് വരാൻ പോകുന്നത്. ഇനി കോൺഗ്രസിനെ സംബന്ധിച്ച് ഇനി അപ്രതീക്ഷിതമായിട്ടൊന്നും സംഭവിച്ചില്ല എങ്കിൽ ആകെ ഇപ്പോഴും നേതാക്കൾക്ക് മുന്നിൽ ഒരു വലിയ വെല്ലുവിളിയായിട്ടുള്ളത് കെ സുധാകരൻ്റെ പ്രായം എന്നുള്ളത് മാത്രമാണ്. 79 വയസ്സായ ഒരു മനുഷ്യനാണ്. പ്രായത്തിൻ്റെതായ ഏത് നേതാക്കൾക്കും ഉണ്ടാകാവുന്ന വൈകാരികതകളൊക്കെ കെ സുധാകരനും ഉണ്ടാകാം. അതിനെ മറ്റാരെങ്കിലും ചൂഷണം ചെയ്യുമ്പോൾ ആ തരത്തിൽ പ്രതികരിക്കുമെന്നുള്ള ഭയം മാത്രമാണ് കോൺഗ്രസ് നേതാക്കൾക്കുള്ളത്. അതുണ്ടാവില്ല എന്നുള്ളത് ഏറെക്കുറെ ഇന്നത്തെ കൊണ്ട് വ്യക്തമാണ്. അല്ലെങ്കിൽ സുഗമമായി തന്നെ ഈ കെ സുധാകരൻ്റെ അധ്യായം, ഏതെങ്കിലും അദ്ദേഹം ഉണ്ടാക്കിയ പ്രശ്നങ്ങളുടെ അധ്യായം സമർത്ഥമായി തന്നെ അവസാനിച്ച് മുന്നോട്ട് പോകുന്നു എന്ന് തന്നെ നമുക്ക് കണക്കാക്കേണ്ടി വരും. ശരി, ജേക്കബ് ജോർജ്, കിരൺ പറഞ്ഞതുപോലെ ഈ അണികളെ ആവേശത്തിലാക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹത്തിൻ്റെ ഈ നറേഷൻ പോലും വന്നത്, ഞാൻ സ്വതന്ത്രനായിട്ട് മത്സരിക്കാൻ പോകുന്നു എന്നുള്ള കാര്യം, അല്ലേ? അതെ അതെ, അത് അദ്ദേഹം പരസ്യമായി പറഞ്ഞ കാര്യമല്ല അത്. അതൊക്കെ അദ്ദേഹത്തിൻ്റെ സമ്മർദ്ദ തന്ത്രങ്ങളുടെ ഒരു ഭാഗമായിട്ട് ഞാൻ കാണുന്നു. അദ്ദേഹത്തിന് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു, ആ ലക്ഷ്യത്തിലേക്ക് ഒരു ശ്രമം നടത്തുക, ആ ശ്രമം എവിടം വരെ പോകും എന്ന് നോക്കിക്കാണുക, അതനുസരിച്ച് അടുത്ത നിലപാട് എടുക്കുക, ആ നിലപാടിൻ്റെ അനന്തര ഗുണങ്ങൾ എന്താണെന്ന് അസസ് ചെയ്യുക നേരത്തെ മനസ്സിൽ. അങ്ങനെ വലിയ കണക്കുകളും കണക്കുകൂട്ടലുകളും ഒക്കെ നടത്തിയാണ് അദ്ദേഹം ഒരു വശത്ത് നിന്ന് അങ്ങ് എക്സ്ട്രീം ലെവലിലേക്ക് പോയി. ഞാൻ പാർട്ടി വിടും, എനിക്കൊരു പ്രശ്നമൊന്നുമല്ല, വേറെ പാർട്ടി ഉണ്ടാക്കി 19 പേരെ സ്ഥാനാർത്ഥികളുമാക്കും. അതിന് മാത്രമുള്ള ആൾക്കാരൊന്നും കൂടെ ഇല്ല കേട്ടോ. 15 പേരെ 15 മണ്ഡലങ്ങൾ വേണമല്ലോ. അതിന് മാത്രം അദ്ദേഹം പറഞ്ഞ കാര്യമല്ല കേട്ടോ അതൊന്നും. അല്ല, ആ സന്ദേശം അദ്ദേഹം കൊടുത്തതാണെങ്കിലോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി ആരെങ്കിലും മെനഞ്ഞെടുത്തതാണെങ്കിലോ ആ സന്ദേശത്തിനകത്ത് വലിയ അർത്ഥമൊന്നുമില്ല. കാരണം അങ്ങനെ ഒരു എവരി ആക്ഷൻ ഹാസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറയും പോലെ അങ്ങനെ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ജനങ്ങളുടെ ഒരു മുന്നേറ്റത്തെ തടസ്സപ്പെടുത്താൻ ഒരു ശക്തി ശ്രമിച്ചാൽ, ഏതെങ്കിലും ശക്തികൾ ശ്രമിച്ചാൽ അതിനെതിരെയും ഒരു സമ്മർദ്ദം ഉണ്ടാവും. അത് ഏത് സമ്മർദ്ദമാണ് പിന്നീട് വിജയിക്കുക എന്നുള്ളത് മറ്റൊരു കാര്യം. പക്ഷേ അങ്ങനെ ഒരു നീക്കം നടന്നിരുന്നെങ്കിൽ ഈ ചരിത്രത്തിൻ്റെ പോക്ക് വേറൊരു വഴിക്കാകുമായിരുന്നു. അത് നമ്മളൊക്കെ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ അങ്ങനെ ഒരു മനക്കണക്ക് അദ്ദേഹം കൂട്ടിയിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അത് വേറൊരു വഴിക്ക് പോകുമായിരുന്നു എന്നുള്ളത് ഞാൻ ആവർത്തിക്കുന്നു. ഇനി ഇപ്പോൾ സുധാകരന് ഇപ്പോൾ അദ്ദേഹം എടുത്തിരിക്കുന്ന വഴിയുടെ വലിയ ശക്തി അദ്ദേഹത്തിന് ഇന്ന് രാത്രി കൊണ്ടും നാളെ രാവിലെ കൊണ്ടും മനസ്സിലാവും. മാധ്യമങ്ങളിലൂടെ അദ്ദേഹത്തിന് മനസ്സിലാവും. അദ്ദേഹം പറഞ്ഞ വാക്കുകളുടെ ഒരു ശക്തി, പറഞ്ഞ വാക്കുകളുടെ ഒരു കാലിക പ്രസക്തി, ഇതെല്ലാം നാളെ അദ്ദേഹത്തിന് തന്നെ ബോധ്യമാവും. ആ ഒരു ശക്തി അദ്ദേഹത്തിന് മനസ്സിലാവും. തീർച്ചയായിട്ടും ഏതാണ് നല്ലതെന്ന് അപ്പോഴും അദ്ദേഹത്തിന് ഒരിക്കൽ കൂടി വിലയിരുത്താം. എനിക്ക് തോന്നുന്നു ഒരു സാധാരണ നോർമൽ ഹ്യൂമൻ രാഷ്ട്രീയ നേതാവ് എന്ന നിലയ്ക്ക് കെ സുധാകരൻ മനസ്സിലാക്കുക,
തൻ്റെ ഇപ്പോഴത്തെ ശക്തിയാണ് ഏറ്റവും നല്ലത്, ഏറ്റവും വിലപ്പെട്ടത്, കാലഘട്ടത്തിന് അനുയോജ്യമായത് അത് തന്നെയാണ് എന്ന ബോധ്യത്തിലേക്ക് അദ്ദേഹം കടക്കും. അതായത് കോൺഗ്രസ് പാർട്ടിയിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളത്. അതെ അതെ കിരൺ നേരത്തെ സൂചിപ്പിക്കാൻ തുടങ്ങിയതുപോലെ ഇനി തർക്കമുള്ള മണ്ഡലങ്ങൾ ഏതൊക്കെയായിരിക്കും അവസാന നിമിഷത്തിൽ? ഇപ്പോൾ എൽദോസിന്റെ കാര്യം പറഞ്ഞു, ദീപ്തിയുടെ കാര്യം പറഞ്ഞു, വാഴയ്ക്കന്റെ കാര്യം പറഞ്ഞു. ഇങ്ങനെയുള്ള പരാതികളും പരിഭവങ്ങളും ഒക്കെ പരിഹരിച്ച് കാണുമല്ലോ അല്ലേ? പക്ഷെ പട്ടിക വൈകുകയാണ്. ആസാം പട്ടിക പുറത്തു വന്നിട്ട് 40 മിനിറ്റായി. പക്ഷേ കേരളത്തിലെ അവസാന പട്ടിക വരുന്നില്ല. മഞ്ജുഷ, പട്ടിക എപ്പോൾ വരുമെന്നത് ഇപ്പോഴും ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. എന്തായാലും പട്ടികയ്ക്ക് ഇനി കാര്യമായ തടസ്സമില്ല എന്നത് വ്യക്തമാണ്. മിക്കവാറും ഇന്നത്തെ ദിവസം തന്നെ പട്ടിക വരാൻ സാധ്യതയുണ്ട്. കോൺഗ്രസിന്റെ എല്ലാ കാലത്തും പട്ടിക വരുന്നതൊക്കെ അങ്ങനെയാണ്. കഴിഞ്ഞ തവണ തന്നെ ഈ പട്ടിക തയ്യാറാക്കി വരുമ്പോൾ ചർച്ച ഒരു ഭാഗത്ത് നടക്കുന്നു. ചർച്ച ഒരു ഭാഗത്ത് നടക്കുമ്പോൾ തന്നെയാണ് മറുഭാഗത്ത് നിന്ന് അതുവരെ ചർച്ചയിൽ പൂർത്തിയായ മണ്ഡലങ്ങൾ വെച്ച് 55 പേരുടെ പട്ടിക പുറത്തിറക്കുന്നത്. ആ സമയത്തും ഈ ബാക്കി മണ്ഡലങ്ങളെക്കുറിച്ചുള്ള ചർച്ച നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അതുവരെ എവിടെ വരെ പൂർത്തിയാക്കി? അത് 55 മണ്ഡലങ്ങളാണ്. ആ 55 മണ്ഡലങ്ങളുടെ പട്ടിക അവർ പുറത്തിറക്കി. ഈ കോൺഗ്രസ് അങ്ങനെയാണ് പലപ്പോഴും ചെയ്യുന്നത്. ഇനി ഒരിക്കൽ പരിഹരിച്ച വിഷയം പിന്നീട് വീണ്ടും മറ്റൊരു മണ്ഡലത്തിൽ വന്നു, അവിടുത്തെ പ്രശ്നത്തിന് വേണ്ടി വീണ്ടും അഴിച്ചു പണിയരുത്, അതിനുവേണ്ടി അതങ്ങ് തീർത്ത് പോവുക, അങ്ങനെയുള്ള ഒരു രീതിയാണ് അവർ സ്വീകരിച്ചത്. ഇനിയിപ്പോൾ എന്തായാലും അങ്ങനെ ഏതെങ്കിലും മണ്ഡലത്തിൽ അങ്ങനെ കാര്യമായ തർക്കങ്ങൾ ഇല്ല. ഇന്ന ആൾ തന്നെ മത്സരിക്കേണ്ട എന്നുള്ള വിഷയങ്ങളൊന്നുമില്ല. ഇവരുടെ മുന്നിലുണ്ടായിരുന്ന വലിയ പ്രശ്നം കോൺഗ്രസിന് പ്രതിസന്ധി ഉണ്ടാക്കാൻ കഴിയുമായിരുന്ന ഒരു നേതാവ് അത് കെ സുധാകരനാണ്. അടൂർ പ്രകാശ് എത്രയൊക്കെ സമ്മർദ്ദം ചെലുത്തിയാലും കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു നീക്കത്തിലേക്ക് അടൂർ പ്രകാശ് പോകില്ല എന്നത് നേതാക്കൾക്ക് വ്യക്തമായ ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് അതിനെ ആ രീതിയിൽ പരിഹരിച്ചു. അതിനപ്പുറത്തേക്ക് കെ സുധാകരനെ മറ്റൊരു രീതിയിൽ പരിഹരിച്ചു. ഇനിയിപ്പോൾ ഏതു സമയത്തും ആ പട്ടിക പുറത്തു വരാൻ സാധ്യതയുണ്ട്. നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചു, പട്ടിക പുറത്തു വന്നില്ലെങ്കിലും മഹാഭൂരിപക്ഷം സ്ഥലങ്ങളിലും വരാനുള്ള നാളെ പ്രഖ്യാപിക്കാനിരിക്കുന്ന സ്ഥാനാർത്ഥികളിലെ പല സ്ഥലത്തും അവരൊക്കെ പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു. സ്ഥാനാർത്ഥികളുടെ സ്വീകരണം തുടങ്ങി കഴിഞ്ഞു. ഇനി ഔദ്യോഗികമായി പട്ടിക പുറത്തു വരിക എന്നുള്ള ഒരു സാങ്കേതിക പ്രക്രിയ മാത്രമാണ്. അങ്ങനെ അറിയേണ്ട ചില മണ്ഡലങ്ങൾ കൂടി ഇനി ഇപ്പോഴും ബാക്കി നിൽപ്പുണ്ട്. അത്തരം ചില മണ്ഡലങ്ങളിലെ പട്ടികയായിരിക്കും നമുക്ക് അതിൽ കൂടി അറിയാൻ കഴിയുക. എന്തായാലും ഇന്ന് രാത്രി തന്നെ പട്ടിക ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കോൺഗ്രസ് ആയതുകൊണ്ട് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. ചിലപ്പോൾ നാളെ രാവിലെയും ഇന്ന് രാത്രി തയ്യാറാക്കി വെച്ചേക്കുന്ന പട്ടിക തന്നെ ഇന്ന് രാത്രിയിൽ ഇറക്കാതെ നാളെ രാവിലെ ഇറക്കാം എന്നൊക്കെ തീരുമാനിക്കുന്ന ഒരു രീതി കോൺഗ്രസ് ഹൈക്കമാൻഡിന് പലപ്പോഴും ഉണ്ട്. അവരങ്ങനെയൊക്കെ തീരുമാനിക്കുക. അല്ലാതെ സുധാകരൻ പറഞ്ഞതിന് കാത്തിരുന്നൊന്നും അല്ല ഞങ്ങൾ പട്ടിക. സുധാകരൻ പറഞ്ഞു തൊട്ട് പിന്നാലെ പട്ടിക ഇറക്കുന്നു. സുധാകരന് വേണ്ടി വെയിറ്റ് ചെയ്തതൊന്നുമല്ല. സുധാകരൻ പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നത് ഞങ്ങൾ സാവധാനം വേറെ ചില ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു. നാളെ രാവിലെ പട്ടിക ഇറക്കി എന്നൊക്കെ വരാം. അതിലൊന്നും നമുക്ക് കോൺഗ്രസിനെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിൽ ഇപ്പോഴുണ്ടാവില്ല എന്ന് പറയാൻ കഴിയില്ല. അതിന് കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ നമ്മൾ പലപ്പോഴും കോൺഗ്രസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ പറയാറുണ്ട്, ആ നേതാക്കളെ തന്നെ റിപ്പോർട്ടർമാരെ കൊണ്ടു നിർത്തിയാൽ പോലും ഇന്ന സമയത്ത് ഇന്ന രീതിയിൽ പ്രശ്നം പരിഹരിക്കുമെന്നും പറയാൻ കഴിയില്ല. അതിന് ചില താമസം ഉണ്ടാവും. ചിലപ്പോൾ വീണ്ടും അഴിച്ചു തീരുമാനത്തിലേക്ക് പോകും. അവസാന നിമിഷം ഏറ്റവും അവസാനം തന്നെ തിരുത്തലുകൾ വരുത്തി സ്ഥാനാർത്ഥികളെ ഉൾപ്പെടുത്തിയ എല്ലാ ചർച്ചയും കഴിഞ്ഞ് സ്ഥാനാർത്ഥി ലിസ്റ്റ് മുൻകാലങ്ങളിൽ സോണിയാഗാന്ധിയുടെ ഒപ്പിടാൻ വേണ്ടി സ്ഥാനാർത്ഥി ലിസ്റ്റ് അല്ലെങ്കിൽ ഇപ്പോൾ ഖർഗയുടെ ഒപ്പിടാൻ അയക്കുന്നതിന് തൊട്ട് മുമ്പ് പത്രങ്ങൾക്ക് നൽകുന്നതിന് സംഘടനാ ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാലാണ് ഇപ്പോൾ നൽകുന്നത്. അതിനു മുമ്പ് ഇതിന് അന്തിമ അംഗീകാരം നൽകി ഒപ്പിടേണ്ടത് കോൺഗ്രസ് പ്രസിഡന്റാണ് എല്ലാ കാലത്തും. ആ കോൺഗ്രസ് പ്രസിഡന്റ് ഒപ്പിടാൻ പോകുന്ന ആ സമയത്ത് പോലും പട്ടികയിൽ ചില തിരുത്തലുകൾ വരുത്തുക രീതിയൊക്കെ കോൺഗ്രസിനുണ്ട്. അതുകൊണ്ട് പക്ഷേ ആ തിരുത്തലുകളൊന്നും ഇനി വന്നാലും അത് കാര്യമായ ഒരു തിരുത്തലുകളോ ഒരു വലിയ സർപ്രൈസുകളോ ഒന്നുമല്ല. അത് ചെറിയ രീതിയിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ മാത്രമാണ് ഉണ്ടാവുക. അങ്ങനെ ഒരു പട്ടിക എന്തായാലും ഉടൻ തന്നെ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞു. കേരളം നാളെ മുതൽ തന്നെ അങ്ങനെ സ്ഥാനാർത്ഥികളെ വ്യക്തമായിക്കൊണ്ട് അത്തരമൊരു തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തേക്ക് കടക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. ശരി, ഏറ്റവും ഒടുവിൽ ഈ സുധാകരന്റെ ഈ പ്രശ്നമുള്ള സമയത്തും തർക്കമുണ്ടായിരുന്ന മറ്റു മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് ജോസഫ് വാഴയ്ക്കന്റെ സ്ഥാനാർത്ഥിത്വമാണ്. അദ്ദേഹം മൂവാറ്റുപുഴയിൽ സ്വതന്ത്രനായിട്ട് മത്സരിക്കാൻ പോലും തയ്യാറാണ് എന്ന രീതിയിൽ പ്രതികരിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. അദ്ദേഹത്തോട് നേരിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കിയത് ഏറ്റുമാനൂരിൽ ഇന്നലെ അദ്ദേഹത്തിൻ്റെ മാത്രം പേരേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ പിന്നീട് ആ പേര് വെട്ടി എന്നുള്ളതാണ്. അവിടെ നാട്ടകം സുരേഷിൻ്റെ പേരാണ് അവസാന പട്ടികയിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ജോസഫ് വാഴയ്ക്കിന് സീറ്റ് ഇല്ലാതായി. കാഞ്ഞിരപ്പള്ളിയിൽ പ്രൊഫസർ റോണി കെ ബേബിയുടെ പേരാണ് ഉള്ളത്. അപ്പോൾ ജോസഫ് വാഴയ്ക്കൻ പറയുന്നത് അദ്ദേഹത്തിന് പഴയ മൂവാറ്റുപുഴ സീറ്റ് അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നില്ല. കഴിഞ്ഞ തവണ ആവശ്യപ്പെട്ടിട്ട് അദ്ദേഹത്തിന് കിട്ടാതിരുന്ന സീറ്റാണ് മൂവാറ്റുപുഴ. അവിടെ അദ്ദേഹത്തിന് സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ സ്വതന്ത്രനായിട്ട് മത്സരിക്കും എന്ന രീതിയിൽ അദ്ദേഹം പറയുന്നുണ്ട്. അത് പക്ഷേ പരസ്യമായിട്ട് പറഞ്ഞില്ലെങ്കിലും അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ അതാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ തീരുമാനം അതാണ്. അത് സമ്മർദ്ദത്തിലാക്കുവാനുള്ള ശ്രമമായിരിക്കും. അതുപോലെ കൊച്ചിയിൽ അവിടെ ഷിയാസിൻ്റെ പേരാണുള്ളത്. ദീപ്തി മേരി വർഗീസ് പക്ഷേ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നു. ഇങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങൾ ഇപ്പോഴും ഉണ്ടല്ലോ ഇല്ലേ കിരൺ? അത് പരിഹരിക്കുകയും ബുദ്ധിമുട്ടാണല്ലോ.
മഞ്ജുഷ, നമ്മൾ കണ്ടു ഈ കെ സുധാകരന് സ്വതന്ത്രനായി മത്സരിക്കാനുള്ള തീരുമാനം നടപ്പാക്കാൻ കഴിയാത്ത ഒരു ഘട്ടത്തിൽ അത് ജോസഫ് വാഴക്കന് കഴിയുമെന്നോ ദീപ്തി മേരി വർഗീസിന് കഴിയുമെന്നോ ഒന്നും നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ കഴിയില്ല. ജോസഫ് വാഴക്കനെ സംബന്ധിച്ചാണെങ്കിലും ഇനിയും അദ്ദേഹത്തിൻ്റെ മുന്നിൽ സമയമുണ്ട്. അദ്ദേഹത്തിന് അവസരം ഉറപ്പായും പ്രതീക്ഷിച്ചിരുന്ന ഒരു നേതാവാണ്. രമേശ് ചെന്നിത്തലയുടെ ഏറ്റവും അടുത്ത നേതാവ്. അദ്ദേഹത്തിന് ഒരു സീറ്റ് ഇത്തവണ എന്തായാലും ഉണ്ടാവും. പല സീറ്റുകൾ മാറി മാറി അടക്കം അദ്ദേഹത്തിൻ്റെ പേരുകളൊക്കെ ചർച്ചയായി. എന്തായാലും അവസാന നിമിഷം വരെയും അദ്ദേഹത്തിൻ്റെ പേരില്ല എന്നാണ് പുറത്തു വന്ന എല്ലാ സൂചനകളും. ദീപ്തി മേരി വർഗീസ് ആയാലും അത്തരത്തിലേക്ക് ഒരു തീരുമാനത്തിലേക്കൊന്നും, സ്വാഭാവികമാണ്, ദീർഘകാലമായി നിൽക്കുന്നു. മേയർ സ്ഥാനം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു. അവിടെ മേയർ സ്ഥാനം അവർക്ക് നിഷേധിക്കപ്പെട്ടു. ഇപ്പോൾ ഒരു MLA സ്ഥാനത്തേക്ക് അവർക്ക് മത്സരിക്കുമെന്ന് അവർ പ്രതീക്ഷിച്ചു. പക്ഷേ അപ്പോഴും അവരായാലും അങ്ങനെ ഒരു മറിച്ചൊരു നിലപാടിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ മുന്നണി മാറാനോ അങ്ങനെ ഒരു നിലപാടൊന്നും രാഷ്ട്രീയമായി ദീർഘവീക്ഷണമുള്ള നേതാക്കളൊക്കെ തന്നെയാണ്. കാരണം ഈ ജോസഫ് വാഴക്കനായാലും ദീപ്തി മേരി വർഗീസ് ആയാലും നന്നേ ചെറുപ്പത്തിൽ തന്നെ രാഷ്ട്രീയത്തിൽ വന്ന് കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ എല്ലാ ഗ്രൂപ്പ് സമവാക്യങ്ങളും അതിൻ്റെ ഉയർച്ച താഴ്ചകളും അതില്ലാത്ത കളികളും ഒക്കെ അന്തർനാടകങ്ങളും ഒക്കെ കണ്ട് ശീലിച്ച ആളുകളാണ്. അവരുടെ ഒരു ബേസിക് അസ്തിത്വം തന്നെ ഈ പാർട്ടിയുമൊക്കെ ബന്ധപ്പെട്ടതാണ്. ഇനി അതല്ല മറിച്ചൊരു തീരുമാനത്തിലേക്ക് പോകാൻ ഇനിയിപ്പോൾ ഇടതുമുന്നണിയിലും വഴിയില്ല. കാരണം ഇടതുമുന്നണി ഓൾറെഡി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് അവരുടെ പ്രചരണവുമായി മുന്നോക്കം പോയി കഴിഞ്ഞു. ഈ കോൺഗ്രസ് പലപ്പോഴും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ ഈ അവസാന നിമിഷം വരെ വൈകിപ്പിക്കാനും ഒരു കാരണം ഇതാണ്. മറ്റ് മുന്നണികളൊക്കെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കട്ടെ, അവരൊക്കെ കളത്തിലിറങ്ങട്ടെ. ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ അവർ തട്ടിക്കൊണ്ടു പോകുന്ന, നേതാക്കളെ കിട്ടാത്തവരെ തട്ടിക്കൊണ്ടു പോകുന്നൊരു അവസ്ഥ ഉണ്ടാവരുത്. അതിനുവേണ്ടി അവസാന നിമിഷം വരെ വൈകിക്കുക. അങ്ങനെ കെ സുധാകരൻ്റെ കാര്യത്തിലടക്കം അതാണ് ചെയ്യുന്നത്. വൈകിച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർ പ്രചരണത്തിനിറങ്ങി അവർ ഒരു വഴിക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പിന്നീട് ഈ ഒരു അവസരമില്ല. ഇവർക്ക് ഈ പാർട്ടിയിൽ തന്നെ നിൽക്കേണ്ടി വരും. ഈ പാർട്ടിയിൽ നിൽക്കണമെങ്കിൽ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലൊക്കെ അവർക്ക് ഉള്ളിൽ എത്ര അസന്തുഷ്ടി ഉണ്ടെങ്കിലും അതൊക്കെ പുറമേക്ക് കാണിക്കാതെ തങ്ങളുടെ അസന്തുഷ്ടി തങ്ങൾക്കില്ല, തങ്ങൾ പാർട്ടിക്ക് വേണ്ടി നിൽക്കുന്നുവെന്ന് ബോധ്യപ്പെടുത്തത്തക്ക രീതിയിൽ സാധാരണ പ്രവർത്തിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രവർത്തിക്കേണ്ട അവസ്ഥയൊക്കെ ഈ നേതാക്കൾ. ശരി കിരൺ, എന്തായാലും ഏത് സമയവും കോൺഗ്രസിന്റെ അവസാനഘട്ട പട്ടിക പ്രതീക്ഷിക്കുകയാണ്. മിക്കവാറും എല്ലാ സീറ്റുകളിലും, ബാക്കിയുള്ള 40 സീറ്റുകളിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് സാധ്യത. ഇനി തർക്ക മണ്ഡലങ്ങൾ ഒഴിച്ചിട്ടു എന്നുള്ള ന്യായീകരണം പറയുവാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ്. അത്രയ്ക്കും വൈകിക്കഴിഞ്ഞു.